ഹലോ മക്കളെ, വെൽക്കം ടു MI ട്യൂഷൻസ്. അപ്പോൾ നമ്മുടെ ക്ലാസ് 9th മാത്തമാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്റർ, പുതിയ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്ത കുട്ടികളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 1ഉം 2ഉം കണ്ടതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ പാർട്ട് 2ൽ നമ്മൾ ഫസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസാണ്, ഫസ്റ്റ് എക്സസൈസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 10 എടുക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പേജ് നമ്പർ 10 എടുക്കുക. ഓക്കെ, യെസ്, പേജ് നമ്പർ 10 നമ്മൾ പറഞ്ഞിരിക്കുന്നത് നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് ഇൻ എനി വേ യു ലൈക്ക്, ആസ് മെൻ്റൽ മാത്ത്, ആസ് ആൻ ഇക്വേഷൻ വിത്ത് എ സിംഗിൾ ലെറ്റർ ഓർ ആസ് എ പെയർ ഓഫ് ഇക്വേഷൻസ് വിത്ത് 2 letters. അതായത് താഴെ തന്നിരിക്കുന്ന കണക്കുകൾ, ഓക്കെ, ഓരോ കണക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് മനക്കണക്കായിട്ട്, ചില കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരക്ഷരം, സപ്പോസ് എക്സ് മാത്രമാക്കി എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ 2 അക്ഷരം, അതായത് എക്സും ആൻഡ് വൈ, എക്സും വൈയും കൂടി എടുത്തിട്ട് 2 സമവാക്യങ്ങളായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാത്തിലും ചെയ്യണമെന്നല്ല, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഏതാണോ കുറച്ചും കൂടി എളുപ്പം ആ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag costs 300 rupees more than the slippers. What is the price of the slippers and the price of the bag? മലയാളത്തിൽ പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്, ബാഗിൻ്റെയോ? ഇതാണ് ക്വസ്റ്റ്യൻ്റെ മലയാളം. ഓക്കെ, എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? പ്രിയ എന്തെല്ലാമാണ് വാങ്ങിയത്? പ്രിയ ബാഗ് വാങ്ങി അല്ലേ? ഫസ്റ്റ് പ്രിയ വാങ്ങിയത് എന്താണ്? ബാഗാണ്. ഓക്കെ, ബാഗ് വാങ്ങി. ഓക്കെ, ക്ലിയർ. ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്, പിന്നെന്താ വാങ്ങിയത്? ചെരുപ്പാണ് വാങ്ങിയത്. കണ്ടോ, സ്ലിപ്പേഴ്സാണ് വാങ്ങിയത്. അപ്പോൾ ബാഗ് വാങ്ങി, അതുപോലെ തന്നെ ചെരുപ്പ് വാങ്ങി, സ്ലിപ്പേഴ്സ് വാങ്ങി. ക്ലിയർ. ഇത് രണ്ടും കൂടി വാങ്ങുന്നതിന്, രണ്ടിനും കൂടി ടോട്ടല് ഈ പറയുന്ന പ്രിയക്ക് 1100 രൂപ. അതായത് എല്ലാം കൂടി എത്ര രൂപയായി? 1100 രൂപ. ഓക്കെ ആണല്ലോ? എത്ര രൂപയായി? 1100 രൂപ. യെസ്. ഇനി ഇവിടെ പറയുന്നത് ദ ബാഗ് കോസ്റ്റ് 300 രൂപ മോർ ദാൻ സ്ലിപ്പേഴ്സ്. ബാഗിൻ്റെ വില എന്ന് പറയുന്നത്, ബാഗ്, പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ കൂടുതലാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, ബാഗിൻ്റെ വിലയാണ് കൂടുതൽ ഇവിടെ. ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ചെരുപ്പിൻ്റെ വിലനേക്കാളും എത്ര രൂപ കൂടുതലാണ്? 300 രൂപ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ എന്തിൻ്റെയെങ്കിലും വില വേറൊരു വസ്തുവിൻ്റെ വിലയേക്കാളും കൂടുതലാണെന്ന് പറയുമ്പോൾ ആ വേറൊരു വസ്തു ഉണ്ടല്ലോ, അതിനെയാണ് നിങ്ങൾ എക്സ് എന്ന് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ബാഗ് പറഞ്ഞു, അതുകൊണ്ട് ബാഗിനെ കയറി എക്സ് എന്ന് എടുക്കരുത്. എക്സ് എന്ന് ചെയ്ത് തെറ്റൊന്നുമില്ല, ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എളുപ്പം ഈ സ്ലിപ്പേഴ്സിനെ എക്സ് എന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 1 വേരിയബിളുള്ള കേസാണ് സാർ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് എക്സ് എന്ന് മാത്രം എടുക്കുന്നു, വൈ ഒന്നും ഇതിനകത്ത് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെരുപ്പിനെ നമുക്ക് പ്രൈസ് ഓഫ് എ സ്ലിപ്പേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ചെരുപ്പിൻ്റെ വില ഓക്കെ, എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് എങ്ങനെ വരാം? അടുത്ത കേസ് ബാഗിൻ്റെ വില അല്ലേ? ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ചെരുപ്പിൻ്റെ വിലയേക്കാളും 300 കൂടുതലാണ്. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എ സ്ലിപ്പേഴ്സ് പ്ലസ് 300. അതായത് ബാഗിൻ്റെ വില നിങ്ങൾ എന്തായിട്ട് എടുത്തു? എക്സ് ഈക്വൽ ടു ബാഗിൻ്റെ വില എക്സ് അല്ല, ബാഗിൻ്റെ വില ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് എക്സ് എന്ന് എടുത്തു, എക്സ് പ്ലസ് 300. കണ്ടോ? അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിൻ്റെ വില. ഓക്കെ, ബാഗിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? ചെരുപ്പിൻ്റെ വില പ്ലസ് 300 ഓക്കെ ആണല്ലോ? അപ്പോൾ ചെരുപ്പിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നു? എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. സോ ബാഗിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 300. ക്ലിയർ ആണല്ലോ? യെസ്. സോ പ്രൈസ് ഓഫ് ബാഗ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 300.
ഇത് ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി നമ്മൾ എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ, അതായത് ബാഗും ചെരുപ്പും കൂടി കൂട്ടുമ്പോൾ 1100 അത് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അടുത്ത സാർ എഴുതി വെച്ചിരിക്കുന്നത് പ്രൈസ് ഓഫ് എ സ്ലിപ്പേഴ്സ് പ്ലസ് പ്രൈസ് ഓഫ് ബാഗ് ഈക്വൽ ടു 1100. ചെരുപ്പിൻ്റെ വില അതുപോലെ തന്നെ ബാഗിൻ്റെ വില രണ്ടും കൂടി കൂട്ടുമ്പോൾ 1100. അപ്പം ചെരുപ്പിൻ്റെ വില നിങ്ങൾ എന്നിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് പ്രൈസ് ഓഫ് എ ബാഗ്. പ്രൈസ് ഓഫ് എ ബാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചാൽ എന്താണ്? എക്സ് പ്ലസ് 300. അപ്പോൾ ഇവിടെ എഴുതുക എക്സ് പ്ലസ് 300. ഓക്കെ, എല്ലാവരും കൂട്ടുമ്പോൾ എത്രയാണ്? 1100. ഒന്നുകൂടി പറയാം സാറ്, ചെരുപ്പിൻ്റെ വിലയും ബാഗിൻ്റെ വിലയും കൂടി കൂട്ടുമ്പോൾ 1100. ചെരുപ്പിൻ്റെ വില നിങ്ങൾ എന്തായിട്ട് എടുത്തു? എക്സ്. അപ്പോൾ എക്സ് എന്ന് എഴുതി. ചെരുപ്പിൻ്റെ വില, ഈ ഒരു ചെരുപ്പിൻ്റെ വിലയുടെ സ്ഥലത്ത് എക്സ് എന്ന് എഴുതി. ഓക്കെ, പ്രൈസ് ഓഫ് ബാഗ്. ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ചെരുപ്പിൻ്റെ വിലനേക്കാളും 300 കൂടുതൽ. അതായത് ചെരുപ്പിൻ്റെ വില സ്ഥലത്ത് എക്സ് എന്ന് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 300. കണ്ടോ? അപ്പോൾ ബാഗിൻ്റെ വിലയുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 300 എന്ന് കൊടുക്കണം. പ്രൈസ് ഓഫ് ബാഗിൻ്റെ സ്ഥലത്ത് എക്സ് പ്ലസ് 300 കൊടുത്തു. ഓക്കെ, അപ്പോൾ എക്സ് 2 തവണ വരുന്നതുകൊണ്ട് ഈ എക്സും കൂട്ടുക. അപ്പോൾ എത്ര? 2x പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. ഓക്കെ, അതിനുശേഷം ഈ 300നെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ 2x ഈക്വൽ ടു 1100. ഈ 300 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -300 ആവും. ഓക്കെ, അപ്പോൾ 2x ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കിട്ടും? 100 പോയാൽ പിന്നെ 200 800. ഓക്കെ, എക്സ് ഈക്വൽ ടു ഈ 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 800/2. സോ എക്സ് ഈക്വൽ ടു 400. അതായത് ചെരുപ്പിൻ്റെ വില എന്ന് പറഞ്ഞത് 400 രൂപയാണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പം എക്സ് പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. കണ്ടോ? പ്രൈസ് ഓഫ് എ സ്ലിപ്പേഴ്സ് എക്സ് ഒന്ന് കൊടുത്തു സാറ്. ഓക്കെ, എക്സ്. ദെൻ പ്രൈസ് ഓഫ് എ ബാഗ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 300. അപ്പോൾ അവിടെ എക്സ് പ്ലസ് 300 കൊടുത്തു. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1100. ഓക്കെ, ഇനി ഈ എക്സ് കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 2x പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ സാറ് പറഞ്ഞാൽ 300 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താവും? -300 ആവും. ഓക്കെ, യെസ്. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 1100 മൈനസ് 300. ഓക്കെ, അത് കുറയ്ക്കുമ്പോൾ 800 രൂപ കിട്ടും. അപ്പോൾ 2x 800 ആണെങ്കിൽ 2x 800 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഈ 800ൻ്റെ താഴേക്ക് നിങ്ങൾ ഈ 2നെ കൊണ്ടുവരാം. കണ്ടോ? അപ്പോൾ 800/2 വെട്ടി കഴിയുമ്പോൾ എത്ര കിട്ടും? 400. ഓക്കെ, ഈസി. അപ്പോൾ എക്സ് ഈക്വൽ ടു 400. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ഓഫ് സ്ലിപ്പർ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൈസ് ഓഫ് ബാഗ് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 300 ആണ്. അപ്പോൾ ബാഗിൻ്റെ വില അഥവാ എന്താണ്? പ്രൈസ് ഓഫ് ബാഗ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 300. ഓക്കെ, എക്സ് വാട്ട് ഈസ് എക്സ്? 400. അപ്പോൾ 400 പ്ലസ് 300 400 പ്ലസ് 300 700. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ചെരുപ്പിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? എക്സ് 400 നമുക്ക് കിട്ടി. ഇനി ബാഗിൻ്റെ വില കാണാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കണം, എക്സ് പ്ലസ് 300. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 300 ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ വില ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ ഈ 400 കൊടുക്കണം. അപ്പോൾ 400 പ്ലസ് 300. സോ പ്രൈസ് ഓഫ് ബാഗ് ഈസ് ഈക്വൽ ടു 700. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ മക്കളെ നമുക്കിനി 2 വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്യാം, അതായത് എക്സും വൈ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെരുപ്പിൻ്റെ വില നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുക, പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് എക്സ്, ബാഗിൻ്റെ വില വൈ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ചെരുപ്പിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ബാഗിൻ്റെ വില നിങ്ങൾ വേറൊരു പേര് കൊടുക്കണം, വൈ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ചെരുപ്പിൻ്റെ വിലനേക്കാളും 300 കൂടുതലാണ്. അപ്പോൾ ബാഗിൻ്റെ വില വൈ ഇസ് ഈക്വൽ ടു ചെരുപ്പിൻ്റെ വില എക്സ് പ്ലസ് 300 അങ്ങനെയൊക്കെ. അതായത് നേരത്തെ പ്രൈസ് ഓഫ് ബാഗ് എന്ന് എഴുതിയ പ്ലേസിൽ ഇവിടെ എവിടെയാണ് പ്രൈസ് ഓഫ് ബാഗ് എന്നൊക്കെ എഴുതിയത് അവിടെ എല്ലാം വൈ എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് പ്ലസ് 300 നേരത്തെ ചെയ്ത പോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 300. എന്താണ് വൈ എന്ന് പറഞ്ഞാൽ? പ്രൈസ് ഓഫ് ബാഗ്. അപ്പോൾ ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വില പ്ലസ് 300. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സും പ്രൈസ് ഓഫ് ബാഗും കൂടി കൂട്ടുമ്പോൾ 1100. പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് എന്താണ്? എക്സ് ആണ്. പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ്
പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100. കണ്ടോ, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്, ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ നമ്പർ 1 വൈ കിടപ്പുണ്ട്, ഇക്വേഷൻ നമ്പർ 2 വൈ ഉണ്ട്. അപ്പോൾ ഈ വൈയുടെ പ്ലേസിലേക്ക് ഈ എക്സ് പ്ലസ് 300 കൊണ്ട് നമ്മൾ കൊടുക്കണം. കണ്ടോ, ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വൈയുടെ വില എന്താണ്? എക്സ് പ്ലസ് 300. ഇവിടെ ഈ ഇക്വേഷനിൽ പറയുന്നത്, രണ്ടാമത്തെ ഇക്വേഷനിൽ പറയുന്നത് എക്സ് പ്ലസ് വൈ 1100 എന്നാണ്. അപ്പോൾ വൈയുടെ പ്ലേസിലേക്ക് ആദ്യത്തെ ഇക്വേഷനിൽ കിട്ടിയ എക്സ് പ്ലസ് 300 കൊണ്ട് കൊടുക്കുക. അപ്പോൾ അതായത് നേരത്തെ ചെയ്ത് തന്നെ ഇവിടെ ചെയ്യുക, അത്രേ ഉള്ളൂ, വെരി ഈസി. അപ്പോൾ എക്സ് പ്ലസ് വൈ സിക്കൽ ടു 1100, വൈയുടെ പ്ലേസിലേക്ക് ഈ വൈയുടെ വാല്യൂ കൊണ്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതെന്താവും? എക്സ് പ്ലസ് വൈ സിക്കൽ 1100, വൈയുടെ പ്ലേസിൽ എന്ത് വരും? വൈയുടെ പ്ലേസിൽ ഈ വൈയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 300 കൊടുക്കണം. ഇനി സാർ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതായത് എക്സ് പ്ലസ് എക്സ് കൂട്ടുമ്പോൾ 2x കിട്ടും. ഓക്കെ, 2x പ്ലസ് 300 1100, 300 അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2x ഇസിക്കൽ ടു 1100 മൈനസ് 300, 2x ഇസിക്കൽ ടു 800, എക്സ് ഇസിക്കൽ ടു 800/2. നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലിപ്പേഴ്സിൻ്റെ വില, ചെരുപ്പിൻ്റെ വില 400 കിട്ടി. ഓക്കെ, ചെരുപ്പിൻ്റെ വില 400 കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രൈസ് ഓഫ് ബാഗ് കൂടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കണ്ടോ, എന്താണ്? y is equal to x plus 300. ഓക്കെ, അപ്പോൾ എക്സ് ആണ് നിങ്ങൾക്ക് 400 കിട്ടിയത്. അപ്പോൾ ഇവിടെ കൊണ്ട് കൊടുക്കുക 400 പ്ലസ് 300. അപ്പോൾ എത്ര കിട്ടി? 700. വൈയുടെ വില, അതായത് ബാഗിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 700 കിട്ടും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ബാഗിൻ്റെ വില കാണാനായിട്ട് പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 300 ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് ഈക്വൽ ടു 400 പ്ലസ് 300, ദാറ്റ് ഈസ് ഈക്വൽ ടു 700. ക്ലിയർ? ഇനി നമുക്ക് തന്നെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചും ഈ ഒരു പ്രോബ്ലം ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് 2 ഇക്വേഷൻസ് ആണ്. ഓക്കെ, അതിൽ ഒരു ഇക്വേഷൻസ് ഇതാണ്, അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1100. ഒരു ഇക്വേഷൻ. അങ്ങനെ രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ കിടക്കുന്നത് ഇങ്ങനെയാണ്, അതായത് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 300 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സിനെ ഇപ്പുറത്തേക്ക് എടുക്കണം, കാരണം നമ്മുടെ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് എക്സും വൈയും വരണം. അപ്പോൾ ഈ പ്ലസ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എക്സ് ആവും. അപ്പോൾ മൈനസ് എക്സ് ഇവിടെ ഓൾറെഡി വൈ കിടപ്പുണ്ട്, പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 300. അപ്പോൾ ആ ഇക്വേഷനെ അങ്ങനെ ആക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ ഇത്, ഒരു ഇക്വേഷൻ ഇത്. ഇപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ വ്യത്യാസമില്ല, ഫസ്റ്റ് ഇക്വേഷനിൽ ഈ എക്സിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പ്ലസ് എക്സ് എന്താവും? മൈനസ് എക്സ് ആവും. അങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം തന്നെ നിങ്ങൾ എടുത്ത് എഴുതുക. ഇതിനകത്ത് നിങ്ങൾ ഈ എക്സിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മൈനസ് എക്സ് ആവും. ഓക്കെ, പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 300. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 300. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100. അപ്പോൾ ഒരു ഇക്വേഷൻ ഇത്, ഓക്കെ, ഒരു ഇക്വേഷൻ ഇത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻ സാർ ഇങ്ങനെ എഴുതണം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100, ഒരെണ്ണം അത്, ഒരെണ്ണം ഇത്. മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 300. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആയിപ്പോയി. കണ്ടോ, എക്സും മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയിപ്പോയി. ഇതും കൂടി കൂട്ടുമ്പോൾ 2 വൈ കിട്ടും. 2 വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 300 കൂടി കൂട്ടുക 1400. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇപ്പുറത്തേക്ക് എടുത്ത് ഹരിക്കുക, 1400 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 700. വൈ എന്തായിട്ട് നമ്മളെടുത്ത്? ബാഗായിട്ട് എടുത്ത്. സോ ദിസ് ഈസ് ദ പ്രൈസ് ഓഫ് എന്താണ്? ബാഗ്. ബാഗിൻ്റെ വില, ഇതിൻ്റെ വിലയാണ് ബാഗിൻ്റെ വില. ഓക്കെ, യെസ്. അപ്പോൾ വൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്വേഷൻ എടുത്ത് എഴുതുന്നതും കൂടി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100. അതിനകത്ത് വൈയുടെ വില എത്രയാണ്? 700. അത് കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 700 ഈസ് ഈക്വൽ ടു 1100 കിട്ടും, 1100. എക്സ് ഈസ് ഈക്വൽ ടു 700 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1100 മൈനസ് 700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 കിട്ടും. അതായത് ചെരുപ്പിൻ്റെ വില എത്ര കിട്ടും? 400. ഓക്കെ, ബാഗിൻ്റെ വില 700. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇക്വേഷൻ നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100 എടുത്തു. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വില പ്ലസ് 300. അപ്പോൾ ഈ ചെരുപ്പിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഈ പോസിറ്റീവ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് എക്സ് ആവും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, എന്നിട്ട് ഈ 2 ഇക്വേഷനും നമ്മൾ ഇതേപോലെ എന്താണ്? ഒരു ഇക്വേഷൻ ആദ്യം എഴുതുക, അതിൻ്റെ താഴെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുക, എന്നിട്ടൊരു വരയിടാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇത് വൈയും കൂട്ടുമ്പോൾ ഒരു വൈയും കൂട്ടുമ്പോൾ 2 വൈ. ഓക്കെ, ഈ സിക്കിൾ 2 കൂടി കൂട്ടുക. അപ്പോൾ എത്രയാണ്? 1400. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ 1400. ഇനി വൈ കാണാൻ എന്തിനാണ് 1400? പകുതി എടുക്കുക, ദാറ്റ് ഈസ് എത്രയാണ്? 700.
ഓക്കെ, അങ്ങനെ വൈയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ വൈ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ വൈയുടെ വാല്യൂ കൊണ്ടുവന്നിട്ട് നമ്മളത് ഈ വൈ കിടക്കുന്ന ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. അതായത് എക്സ് പ്ലസ് 700 ഇസ് ഈക്വൽ ടു 1100. അങ്ങനെ മനസ്സിലായോ? യെസ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 1100, ആ വൈയുടെ പ്ലേസിലേക്ക് വൈയുടെ വില കൊടുക്കുക. എക്സ് പ്ലസ് 700 ഇസിക്കൽ ടു 1100. അപ്പോൾ എക്സ് ഇസിക്കൽ ടു 1100 മൈനസ് 700, എക്സ് ഇസിക്കൽ ടു 400. ക്ലിയർ? യെസ്. ഇനി അപ്പോൾ ബാഗിൻ്റെ വില കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് 2 സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പോൾ 2 സംഖ്യകളുണ്ടെന്ന് വിചാരിക്കുക. ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ സപ്പോസ് എ എന്നൊരു സംഖ്യ പ്ലസ് അടുത്തൊരു സംഖ്യ ബി, രണ്ടും കൂടി കൂട്ടുമ്പോൾ 26ആണ്. കണ്ടോ? എയിൽ നിന്ന് ബി കുറയ്ക്കുമ്പോൾ എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ എ എത്രയാണ്, ബി എത്രയാണ്? ഇതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ ഒരു സംഖ്യ ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ആദ്യത്തെ സംഖ്യയെ സാർ എന്തെടുത്തു? എക്സ് എന്നെടുത്തു. രണ്ടാമത്തെ സംഖ്യ ഓക്കെ, രണ്ടാമത്തെ സംഖ്യ സാർ എന്തെടുത്തു? വൈ എന്നെടുത്തു. അതായത് സെക്കൻഡ് നമ്പർ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സും വൈ എന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്ത് പറയുന്നത്? രണ്ടും കൂടി കൂട്ടുമ്പോൾ, അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 26, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് വൈ ഇത്രയാണ് 4. ഓക്കെ, ഇനി ഇവിടെ തൊട്ട് മുന്നേ ചെയ്ത എലിമിനേഷൻ മെത്തഡാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്ത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 26. അപ്പോൾ ഒന്നാമത്തെ ആൾ എക്സ്, രണ്ടാമത്തെ ആൾ വൈ, അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 26. ഓക്കെ, ക്ലിയർ? ഒന്നാമത്തെ ആൾ എക്സ്, രണ്ടാമത്തെ ആൾ വൈ, അപ്പോൾ രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ 4, എക്സ് മൈനസ് വൈ 4. ഓക്കെ, അപ്പോൾ 2 സംഖ്യകളുടെ തുക 26 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സംഖ്യ സെക്കൻഡ് സംഖ്യ കൂട്ടുമ്പോൾ 26. ക്ലിയർ? യെസ്. വ്യത്യാസം 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ എന്താണ്? 4. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ എക്സ് എന്നെടുത്തു, സെക്കൻഡ് നമ്പർ വൈ എന്നെടുത്തു. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പർ കൂട്ടുമ്പോൾ 26, അപ്പോൾ എക്സ് പ്ലസ് വൈ 26. ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ കുറയ്ക്കുമ്പോൾ 4, അത് എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 4. ഈ 2 ഇക്വേഷൻ നമ്മളിങ്ങനെ താഴെ എഴുതിയൊരു വരയിടാം. ക്ലിയർ ആണോ? യെസ്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? വൈയും കൂടി കൂട്ടുമ്പോൾ ക്യാൻസൽ ആയിപ്പോയി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 30 കിട്ടും. ഓക്കെ, എക്സും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 2x കിട്ടും. അപ്പോൾ 2x ഇസിക്കൽ ടു 30 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും മക്കളെ? ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 30ൻ്റെ താഴെ വരും. കാരണം 2 ഇൻറ്റു ചെയ്തിരിക്കുകയാണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ 30ൻ്റെ താഴെ വരും. എക്സ് ഇസിക്കൽ ടു 15. ക്ലിയർ? യെസ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ 15ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 15 ആണെങ്കിൽ വൈ എന്തായിരിക്കും മക്കളെ? നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ 15 കൊണ്ടുവന്നിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 26. എക്സിൻ്റെ പ്ലേസിലേക്ക് ഈ 15 കൊടുക്കുക. അപ്പോൾ 15 പ്ലസ് വൈ ഇസിക്കൽ ടു 26. അപ്പോൾ വൈ ഇസിക്കൽ ടു ഈ 15 ഇപ്പുറത്തേക്ക് എടുക്കുക സമത്തിൻ്റെ. അപ്പോൾ 26 മൈനസ് 15 ദാറ്റ് ഇസ് ഈക്വൽ ടു 11. ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ കൊണ്ടൊന്ന് ഇവിടെ കൊടുക്കാം, സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ അനുസരിച്ച് 15 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. ക്ലിയർ? ദെൻ വൈ ഇപ്പുറത്തേക്ക് എടുക്കുക, 4 ഇപ്പുറത്തേക്ക് എടുക്കുക. സോ 15 മൈനസ് 4 ഇസ് ഈക്വൽ ടു പോസിറ്റീവ് വൈ. 15 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 11. വൈ ഇസ് ഈക്വൽ ടു 11. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. സാർ ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത് അവിടെ എക്സിൻ്റെ പ്ലേസിലേക്ക് 15 കൊടുത്തു. അപ്പോൾ 15 പ്ലസ് വൈ ഇസിക്കൽ ടു 26, വൈ ഇസിക്കൽ ടു 26 മൈനസ് 15. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി. ഈ ഇക്വേഷൻ ഒന്നും കൂടി എഴുതി. അവിടെ എക്സിൻ്റെ പ്ലേസിലേക്ക് 15 കൊടുത്തു. അപ്പോൾ ഈ എക്സിന് പകരം എന്താണ്? ഇനി 15 ആണ്. 15 പ്ലസ് വൈ 26. ഓക്കെ, വൈ ഇവിടെ എഴുതിയിട്ട് 15 ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ 26 മൈനസ് 15, വൈ ഇസിക്കൽ ടു 11. ക്ലിയർ? അപ്പോൾ വൈയുടെ വില എന്ത് കിട്ടി? 11 രൂപ കിട്ടി. ഓക്കെ, ക്ലിയർ? അപ്പോൾ മക്കളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദി അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. അതായത് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പെരിമീറ്റർ എന്ന് പറയുന്ന ഐഡിയ അറിയണം. എന്താണ് ചുറ്റളവ്? ഇപ്പോൾ നമ്മളൊരു ചതുരം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ചതുരത്തിന് 4 വശങ്ങളുണ്ട്. സപ്പോസ് ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ,
ഇത് 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് എന്ത് ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെരിമീറ്റർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 6 2 തവണ കൂട്ടണം. 6 + 6 പ്ലസ് 4 2 തവണ കൂട്ടണം. അപ്പോൾ 4 + 4. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വശങ്ങളും കൂടി കൂട്ടണം. മനസ്സിലായി? അപ്പോൾ ഇവിടെ 12 + 4 + 4 എന്ന് പറഞ്ഞാൽ 8, അതായത് 20. അത്രയേ ഉള്ളൂ, ഈസി. ഓക്കെ, അപ്പോൾ അത് ഇവിടെ തന്നിരിക്കുന്നത് 40 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ പെരിമീറ്റർ നമുക്കിവിടെ ഗീവൺ ആണ് 40 സെൻറ്റിമീറ്റർ. പെരിമീറ്ററിനെ ചുറ്റളവിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ, ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇപ്പോൾ സാറ് ഇങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് ഇവിടെ 2 ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ വീതി 2. അപ്പം ഈ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്, ഇതിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതൽ. അപ്പോൾ 2 + 8. ഇതോ 2 + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു ചതുരം വരയ്ക്കുന്നു. ആ ചതുരത്തിൻ്റെ നീളവും വീതിയും നിങ്ങൾ വേറെ വേറെ വേരിയബിൾസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻസ് ഫോം ചെയ്ത് അത് സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചതുരം വരയ്ക്കാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു വശം, മുകളിലത്തെ ഒരു വശം സാറ് എന്തായിട്ട് എടുത്തു? കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയും. ദിസ് ഈസ് ലെങ്ത്. ഓക്കെ, ഇതേപോലെ ഒരു ലെങ്ത് താഴെയുമുണ്ട്. നിങ്ങൾ കണ്ടോ, താഴെയുമുണ്ട്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തിന് സാറ് എക്സ് എന്ന് എടുക്കുകയാണ്. ലെങ്ത്തിന് എന്തെടുക്കുകയാണ്? എക്സ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചതുരത്തിലെ ഈ ഒരു ഭാഗം എക്സ് എന്ന് എടുത്തു. അപ്പോൾ 2 പ്രാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ എക്സ് 2 തവണ കൂട്ടണം പെരിമീറ്റർ കാണുന്ന സമയത്ത്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ വീതി, ഈ ഒരു ഭാഗം കണ്ടോ, ഇത് കണ്ടോ, ഇതിനെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നു. അതിന് നമ്മൾ സാറ് വൈ എന്ന് എടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഈ ഒരു ഭാഗം ബ്രെഡ്ത്ത് 2 സ്ഥലത്തുണ്ട്. അതിന് സാർ എന്താണ്? വൈ എന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചതുരത്തിലെ ഈ ഒരു വശം അതിനെ വൈ എന്നെടുത്തു. ഈ ഒരു വശം എന്തെടുത്തു? എക്സ് എന്നെടുത്തു. ഓക്കെ ആണോ? യെസ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x പ്ലസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2y. കണ്ടോ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന്? 40. എത്ര കിട്ടും? 40 കിട്ടും. 40. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ 2 സൈഡിലും കൂട്ടുകയാണ്. അപ്പോൾ ആദ്യം ലെങ്ത് എക്സ്, പിന്നെ എന്താണ്? ബ്രെഡ്ത്ത്, പിന്നെ വീണ്ടും ലെങ്ത്ത്, പിന്നെ വീണ്ടും എന്താണ്? ബ്രെഡ്ത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ അതെന്താ കിട്ടുക? നമുക്ക് പെരിമീറ്റർ കിട്ടുക. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് 2 തവണ കൂട്ടുക, വൈ 2 തവണ കൂട്ടുക. മനസ്സിലായോ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ ഇതും പിന്നെ എന്താണ്? ഇതും ഇതും, ഈ 4 വശങ്ങൾ നമ്മൾ കൂട്ടണം. അപ്പോൾ എക്സ് 2 തവണ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് എക്സ്. ഓക്കെ, വൈ 2 തവണ കൂട്ടുമ്പോൾ വൈ പ്ലസ് വൈ. ക്ലിയർ ആണോ? വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വശം, ഇവിടെ ഒരു വശം. അപ്പോൾ 2 പ്രാവശ്യം വൈ. ഓക്കെ, എക്സ് ഇവിടെ, എക്സ് ഇവിടെ. അപ്പോൾ 2 പ്രാവശ്യം എക്സ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നിങ്ങൾക്ക്? എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്ന 2x പ്ലസ് വൈ പ്ലസ് വൈ എന്ന് പറയുന്ന 2y. ക്ലിയർ? യെസ്. സോ പി ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2y. അത് നമ്മുടെ ഒരു ഇക്വേഷനായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഗീവൺ 40 സെൻറ്റിമീറ്റർ. ഓക്കെ, 40 സെൻറ്റിമീറ്റർ നമുക്ക് അത് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷനെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 20 എന്ന് എഴുതാം. അതെങ്ങനെയാണ്? എല്ലാത്തിലും 2 വെച്ച് ഹരിക്കുക. ഇത് 2 വെച്ച് ഇരിക്കുമ്പോൾ 2 വെട്ടിപ്പോയി, ഇതിന് 2 വെച്ച് ഇരിക്കുമ്പോൾ 2 വെട്ടിപ്പോയി, ഇതിന് 2 വെച്ച് ഇരിക്കുമ്പോൾ അത് 20. കണ്ടോ, അങ്ങനെ നമുക്ക് ചെറുതാക്കി ചെയ്തിട്ടും ഈ പ്രോബ്ലം ചെയ്യാം. അത് നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ഒന്നുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് 1 സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. അപ്പോൾ മിക്കവാറും ലോങ്ങർ സൈഡ് ഇതായിരിക്കും അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആ വശം ഈ ചെറിയ വശത്തിനേക്കാളും y എന്ന് പറയുന്ന വശത്തിനേക്കാളും 8 കൂടുതലാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ലോങ്ങർ സൈഡ്, അതായത് വലിയ വശം എന്ന് പറയുന്നത് ചെറിയ വശത്തിനോട് 8 കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ലോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ സൈഡ് ഈസ് ഈക്വൽ ടു സ്മോളർ സൈഡ്. ചെറിയ വശത്തിനേക്കാളും 8 കൂടുതലാണ്. അപ്പോൾ ചെറിയ വശം ഇവിടെ y ആണ്. അപ്പോൾ y പ്ലസ് 8. ഓക്കെ, വലിയ വശം ഇവിടെ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു y പ്ലസ് 8. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, യെസ്.
അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്തിനേക്കാളും 8 കൂടുതലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 8 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അതായത് ഇവിടെ എക്സ് എന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളിവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്ന വൈ പ്ലസ് 8 കൊണ്ടുവന്ന് കൊടുക്കണം. കിട്ടിയോ? യെസ്. അപ്പോൾ അത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ എക്സിൻ്റെ പ്ലേസിലേക്ക് വൈ പ്ലസ് 8 കൊടുക്കാൻ പോവുകയാണ് സാറ്. ആദ്യം ആ ഇക്വേഷൻ ഒന്നുകൂടി എന്താണ് എടുത്തെഴുതി. അതായത് 2x + 2y = 40 എന്ന് എഴുതി. ഈ എക്സിൻ്റെ പ്ലേസിലേക്ക് എന്ത് കൊടുക്കാൻ പോവുകയാണ്? വൈ പ്ലസ് 8 കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നോക്കുമോ എങ്ങനെയാണ് കൊടുക്കണേന്ന്. 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ മാത്രം എന്ത് കൊടുക്കുന്നു? വൈ പ്ലസ് 8 വൈ പ്ലസ് 8 പ്ലസ് 2y = 40. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഇടണം. എക്സിന് പകരം വൈ പ്ലസ് 8 കൊടുക്കുമ്പോൾ 2 ടേം ഉള്ളതുകൊണ്ട് അത് ബ്രാക്കറ്റിനകത്ത് ഇടണം. അങ്ങനെ ബ്രാക്കറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള 2 അകത്തേക്ക് ഗുണിക്കുക. 2 × y 2y പ്ലസ് 2 × 8 16. കണ്ടോ? 2 × y 2y 2 × 8 16 പ്ലസ് 2y = 40. ഒന്നുമില്ല മക്കളെ, 2 ഉപയോഗിച്ച് അകത്ത വൈനെയും ഗുണിക്കണം, 2 ഉപയോഗിച്ച് അകത്ത് കിടക്കുന്ന 8നെയും ഗുണിക്കണം. ഓക്കെ, അപ്പോൾ 2y ഇവിടെ 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 2y + 2y 4y പ്ലസ് 16 = 40 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് എന്താണ്? 2y 2y കൂട്ടുമ്പോൾ പ്ലസ് 16 കൂട്ടുമ്പോൾ 40, 4y + 16 40 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 16 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 4y = 40 - 16. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ 4y = 40 - 16 ചെയ്തു. 40 - 16 എത്രയാണ്? 24. ഓക്കെ, ഇപ്പോൾ 4y = 24. y = ഈ 4 ഗുണിച്ചിരിക്കുകയാണ്. സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 24/4. ഓക്കെയാണ്. അപ്പോൾ y = എന്ത് കിട്ടും? 6. ക്ലിയർ? യെസ്. സമത്തിന് പുറത്തേക്ക് വരുമ്പോൾ y = 24/4 y = 6. അപ്പോൾ വൈയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ വില കാണാം. എക്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. എക്സിൻ്റെ ഇക്വേഷൻ x = y + 8. വൈനോട് 8 കൂട്ടുന്നതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ y 6 കിട്ടിയല്ലോ. അപ്പോൾ 6 + 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14. ക്ലിയർ? യെസ്. അപ്പോൾ 6 × 12 + 2 7 8 14. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? x = y + 8 എന്ന് എഴുതുക. ദെൻ എക്സിൻ്റെ വൈയുടെ പ്ലേസിൽ നമുക്ക് ഇട്ടിരിക്കുന്ന ഈ 6 കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ 6 + 8 അപ്പോൾ x = എന്താണ്? 14 കിട്ടും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 2x + 2y വേണമെങ്കിൽ വെട്ടി ചെറുതാക്കിയിട്ട് എത്രയാണ്? 20 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ x + y = 20 ആവും. ഓക്കെ, എക്സിൻ്റെ പ്ലേസിൽ ഈ y + 8 കൊണ്ട് കൊടുക്കുക. അപ്പോൾ y + 8 + y = 20. അപ്പോൾ y കൂട്ടുമ്പോൾ എന്താണ്? 2y 2y + 8 = 20. അപ്പോൾ ഇതിനകത്ത് 2y + 8 അപ്പുറത്തേക്ക് എടുത്താൽ 20 - 8 ദാറ്റ് ഈസ് 12. അപ്പോൾ 2y എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. y = 12/2 = 6. അങ്ങനെയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിനി എലിമിനേഷൻ മെത്തേഡ്, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ സാർ എഴുതി, ദെൻ അതിനെ 2 കൊണ്ട് ഹരിച്ചു. എല്ലാ ഇക്വേഷൻ 2 കൊണ്ട് ഹരിച്ചു, ഒന്ന് ചെറുതാക്കി സാർ ഇതിനെ. ഓക്കെ, ഇതിന് 2 കൊണ്ട് ഹരിച്ചു, ഇവിടെ 2 കൊണ്ട് ഹരിച്ചു, ഇവിടെ 2 കൊണ്ട് ഹരിച്ചു. കാരണം നമുക്ക് ഒരു സംഖ്യ ഉപയോഗിച്ചിട്ട് എല്ലാവരും ഹരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് x + y = എത്ര? 20 എന്നായി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, യെസ്. x + y 20 ഇക്വേഷൻ നമ്പർ 1. പിന്നെ രണ്ടാമത്തെ കേസ് നമുക്ക് പറഞ്ഞിരുന്നത് എന്താണ്? x = y + 8 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നീളം എന്ന് പറഞ്ഞാൽ വീതിയേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ വൈനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x - y = 8 ഇക്വേഷൻ നമ്പർ 2 കിട്ടും. അതായത് ഈ y പോസിറ്റീവാണ്, അത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും. മനസ്സിലായോ മക്കളെ? ഇത് എലിമിനേഷൻ മെത്തേഡാണ്. മറ്റേത് മതി, അത് മനസ്സിലായെങ്കിൽ അത് അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് സാർ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x - y = 8. ഇനി വളരെ ഈസിയാണ്. ഈ 2 ഇക്വേഷൻ എടുത്ത് എഴുതുക. x + y = 20. അടുത്തത് x - y = 8. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടുമ്പോഴാണ് ഈ 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ കൂട്ടുമ്പോൾ അത് ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് 2 കൂട്ടുമ്പോൾ അത് ക്യാൻസലായിപ്പോയി. എക്സും കൂട്ടുമ്പോൾ നമുക്ക് 2x കിട്ടി. = 20 - 8 കൂടി കൂട്ടുമ്പോൾ 28 കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കുക. 28/2 എക്സ് എന്ന് പറഞ്ഞാൽ 14 ആയിരിക്കും. ക്ലിയർ? അതായത് ഇവിടെ നമുക്ക് എക്സ് നേരെ കിട്ടി. ഓക്കെ, ഇനി നമ്മളിവിടെ ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കുക. അതായത് x + y = 20. എക്സിൻ്റെ വില 14 + y = 20.
y ഇസ് ഈക്വൽ ടു 14 അപ്പുറത്തേക്ക് എടുത്താൽ 20 മൈനസ് 14. സോ y ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നിങ്ങൾക്ക്? 6 കിട്ടും. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വില കൊണ്ടുവന്നിട്ട് ഈ ഇക്വേഷനിൽ കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ചെറിയൊരു ചേഞ്ചസ് വരും. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 8. എക്സിൻ്റെ വില എന്താണ്? 14. അപ്പോൾ 14 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസ് വൈ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് 8 ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 14 മൈനസ് 8 ഇസ് ഈക്വൽ ടു വൈ. മനസ്സിലായോ? ദാറ്റ് ഈസ് 6 ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണ് സാറിവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം ഇത് രണ്ടും കൂടി കൂട്ടി. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു എന്താണ്? 28 കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 28ൻ്റെ പകുതി എടുത്തു. അപ്പോൾ 3 കിട്ടി, 14 കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷനാണ് സാർ ചെയ്തതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് ചെയ്താലും മതി കേട്ടോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 20 എന്താണ്? എക്സിൻ്റെ വില 14 കൊടുത്തിട്ട് നിങ്ങൾ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 20 14 അപ്പുറം പോയി കഴിഞ്ഞാൽ 20 മൈനസ് 14 ഇസ് ഈക്വൽ ടു 6. പെട്ടെന്ന് കഴിയും. ഓക്കെ, എന്നാൽ സെക്കൻഡ് ഇക്വേഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. സെക്കൻഡ് ഇക്വേഷനിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ വരും? എക്സിൻ്റെ സ്ഥലത്ത് 14 കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 14 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ മൈനസ് വൈ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പ്ലസ് വൈ ആവും. കണ്ടോ? യെസ്. അപ്പോൾ 14 ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ 8 പ്ലസ് വൈ. ഓക്കെ, ദെൻ 8 ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താവും? 14 മൈനസ് 8 ഇസ് ഈക്വൽ ടു വൈ, അതായത് 6 ഇസ് ഈക്വൽ ടു വൈ. വൈ ഇസ് ഈക്വൽ ടു 6. ക്ലിയർ? ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇനിയും ഈ എക്സസൈസിൽ നമ്മൾ ഈ പറയുന്ന പേജ് നമ്പർ 10 ബാക്കി ഇനിയും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനകത്തൊരു കമൻറ്റ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സും നിങ്ങളുടെ ലൈക്കും ഷെയറും നോക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ അമർത്തുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ഉപകാര വീഡിയോ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരിക്കും, അതെനിക്കറിയാം. അപ്പോൾ ഉപകാരമുണ്ടായ കുട്ടികൾ കമൻറ്റ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, മറ്റു ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഈ വീഡിയോസ് കണ്ട് പഠിക്കാൻ പറയാം. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ.